ശ്രീ വിനോദ്, ഈ ഒരു സാഹചര്യത്തിൽ KSRTC ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ ഒരു പുതിയൊരു നടപടിയിലേക്ക് കടക്കുന്നതിനുള്ള സൂചനയാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? KSRTC മാനേജ്മെന്റിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ പലപ്പോഴും തൊഴിലാളി സംഘടനയുടെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ വിദ്യാർത്ഥി സംഘടനകൾക്ക് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഇതിലൂടെ ഒരുങ്ങിയിരിക്കുകയാണ്. KSRTC മാനേജ്മെന്റ് എടുത്ത അപക്വമായ ഒരു തീരുമാനമാണ് ഈ കൺസെഷനിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഏതൊരു മേഖലയിലും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗജന്യങ്ങൾ ഇല്ലാതാവുമ്പോൾ അതാത് മേഖലകളിൽ പ്രതിഷേധം ഉണ്ടാകുക സ്വാഭാവികമാണ്. ആ പ്രതിഷേധം ഉണ്ടാകുമെന്ന് കരുതി അവരെ വിളിച്ചിരുത്തി ആലോചിച്ച് കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾക്ക് നിങ്ങൾ വിധേയമാവണം അല്ലെങ്കിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ സാധിച്ചെടുക്കാമായിരുന്നു. അതിന് പകരം KSRTCയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന കൺസെഷൻ അതില്ലാതാക്കി വിദ്യാർത്ഥികളെ പ്രതിഷേധത്തിന്റെ പാതയിലേക്ക് തള്ളിവിട്ട് അതിന്റെ ഭാഗമായി ഗവൺമെന്റിനെതിരെ ഒരു വികാരം സൃഷ്ടിക്കാനായിട്ടാണ് മാനേജ്മെന്റ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളെയും ഇത് തന്നെയാണ് സ്ഥിതി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടാക്കിയ കരാറാണ് 5-ാം തീയതിക്കകം ശമ്പളം നൽകാമെന്ന ഏറ്റവും പ്രാഥമികമായ ഒരു തൊഴിലിടത്തിൽ ആവശ്യമായ ഏറ്റവും പ്രാഥമികമായ ആ കരാറാണ് ഏകപക്ഷീയമായി മാനേജ്മെന്റ് ലംഘിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തൊഴിലാളിയെ ഗവൺമെന്റിനെതിരാക്കുക, ഇപ്പോൾ വിദ്യാർത്ഥികളെയും ഗവൺമെന്റിനെതിരാക്കുക, അങ്ങനെ നാനാ വിഭാഗം ആളുകളെയും ഗവൺമെന്റിനെതിരാക്കുന്ന തലതിരിഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണ് മാനേജ്മെന്റ്, KSRTC മാനേജ്മെന്റ്. അതിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ KSRTC എംപ്ലോയീസ് അസോസിയേഷൻ മുൻപന്തിയിലുണ്ടാവും എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള KSRTCക്ക് ബാധ്യതകൾ ഉണ്ടെന്ന് പറയുന്നു. അത് പക്ഷേ ഈ രീതിയിലാണോ KSRTCയുടെ ബാധ്യത തീർക്കേണ്ടത്? അതിനൊരു വഴിയായിട്ടാണോ ഇതിനെ കാണുന്നത്? KSRTCക്ക് ബാധ്യതയുണ്ട്. KSRTCക്ക് ബാധ്യത ഉണ്ടായത് KSRTCയുടെ ആരംഭകാലം മുതൽ KSRTCക്ക് ബാധ്യതയുണ്ട്. 1984 KSRTCയിൽ പെൻഷൻ ഏർപ്പെടുത്തിയത്. പെൻഷൻ കൊടുത്തു നൽകി വന്നത് മുഴുവൻ KSRTC ആണ്. സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെ ഡീസലിന്റെ വില വർധനവ് KSRTC നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിലയിൽ പരിശോധിക്കുമ്പോൾ വലിയ ഒരു ബാധ്യതയുടെ നടുവിലാണ് KSRTC നിൽക്കുന്നത്. എന്നാൽ KSRTCക്ക് അതിൻ്റെതായ അർത്ഥത്തിലുള്ള മൂലധനമുണ്ട്. ആ മൂലധനവും അതുപോലെ തന്നെ അതിന്റെ സോഴ്സും നല്ല രൂപത്തിൽ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ലാഭവും നഷ്ടവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് KSRTC എത്തിക്കാൻ കഴിയും. KSRTCയെ വിശ്വസിക്കുന്ന യാത്രക്കാരുടെ എണ്ണം വലിയ തോതിൽ ഉയരുകയാണ്. 22 ലക്ഷം യാത്രക്കാർ പ്രതിദിനം യാത്ര ചെയ്യുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് KSRTC. ഒരുപക്ഷെ ആ ഒരു സാധ്യതയെല്ലാം പ്രയോജനപ്പെടുത്തി നല്ല രൂപത്തിൽ ഇതിനെ സംഘടിപ്പിക്കുന്നതിന് പകരം യാത്രക്കാരെ വെല്ലുവിളിക്കുന്ന സമീപനവും അതുപോലെ തന്നെ ആർക്കൊക്കെ സൗജന്യങ്ങൾ കൊടുക്കുന്നുണ്ടോ ആ സൗജന്യങ്ങളെല്ലാം ഏകപക്ഷീയമായിട്ട്, അതാണ് പ്രശ്നം. ആ സൗജന്യം അർഹിക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്തിയാണ് ഇതിന് വേണ്ടുന്ന മാറ്റം വരുത്തുന്നതെങ്കിൽ ആ മാറ്റം ഉൾക്കൊള്ളാനായിട്ട് എല്ലാവരും തയ്യാറാവും. പക്ഷെ അതിന് തയ്യാറാവാതെ ഏകപക്ഷീയമായ ഒരു സുപ്രഭാതത്തിൽ ഒരു ഉത്തരവിലൂടെ തന്നെ അതങ്ങോട്ട് അടിച്ചേൽപ്പിക്കാം എന്നാണ് കരുതുന്നതെങ്കിൽ അതാണ് പ്രതിഷേധത്തിനിടയാക്കുന്നത്. അതൊരു ജനാധിപത്യ സംസ്കാരമല്ല. ആ സംസ്കാരമാണ് ഇന്നിപ്പോ മാനേജ്മെന്റ് ഉൾക്കൊള്ളുന്നത്. അതാണ് ഇപ്പൊ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അത് ജീവനക്കാരുടെ മേലും അത് തന്നെയാണ് സംഭവം. ജീവനക്കാരുടെ ഇടയിലും അത് തന്നെയാണ് വിമർശനം. അതുകൊണ്ട് ഈ നിലപാടിൽ നിന്ന് KSRTC മാനേജ്മെന്റ് പിന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അഭിപ്രായം. ഈ നിലപാടിനെതിരെയാണ് ഇന്ന് KSRTC എംപ്ലോയീസ് അസോസിയേഷൻ ഇന്നേ ദിവസം തന്നെ KSRTCയുടെ ചീഫ് ഓഫീസിന് മുമ്പിൽ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ സമരത്തിൽ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യം KSRTC തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ എന്നിവയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാം. അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഇന്നിപ്പോൾ ഇറക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശം KSRTC മുന്നോട്ട് വയ്ക്കുമ്പോൾ ചില ന്യായീകരണങ്ങൾ KSRTCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് ഈ കൺസെഷന്റെ പ്രായപരിധി 25 വയസ്സ് വരെ ആയിട്ട് നിജപ്പെടുത്തുക, അതായത് 25 വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് കൺസെഷൻ ഉണ്ടാവില്ല. സ്വാശ്രയ കോഴ്സുകളിൽ കൺസെഷൻ BPL വിഭാഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്തും. മാതാപിതാക്കൾ GST അടയ്ക്കുന്നില്ലെങ്കിൽ കൺസെഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ GST അടയ്ക്കുന്ന ആളുകളുടെ കുട്ടികൾക്ക് കൺസെഷൻ ഉണ്ടാവില്ല. ആദായ നികുതി നൽകുന്നവരുടെ മക്കൾക്കും ഇളവുണ്ടാവില്ല. സ്വകാര്യ ഈ ഒരു സാഹചര്യമാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏത് തരത്തിലാണ് ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഇതിനെ ന്യായീകരിക്കാൻ നമുക്ക് കഴിയുന്ന വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ് KSRTC മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ?
ഞാൻ ഉത്തരവ് വായിച്ചു. അത് ഉത്തരവ് വായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും വിചിത്രമായ വാദം എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്ന ഒന്നല്ല. 25 വയസ്സിന് മുകളിൽ, 24-25 വയസ്സിന് മുകളിൽ യാത്ര ചെയ്യുന്ന പഠിക്കാൻ വേണ്ടി സൗജന്യം ഉപയോഗിക്കുന്ന ആള് കൃത്യമായി പഠിക്കുന്നുണ്ടോ, പഠിക്കാൻ വേണ്ടി തന്നെയാണോ എന്ന് പരിശോധിക്കുന്നതിൽ എന്താണ് തകരാറിരിക്കുന്നത്? ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പഠനം റിട്ടയർമെന്റിന് ശേഷവും തുടരുന്ന ആളുകൾക്ക് KSRTC കൺസെഷൻ കൊടുക്കേണ്ടുന്ന സ്ഥിതിയാണുള്ളത്. എംപ്ലോയി ആയി നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷവും പഠനം തുടരുന്ന ആളുകൾക്ക് വിദ്യാർത്ഥിയാണ് എന്നുള്ള നിലയിൽ കൺസെഷൻ കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് പലപ്പോഴും മാറാറുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ആനുകൂല്യങ്ങൾ ഫീസ് കൊടുത്ത്, ഉന്നത ഫീസ് കൊടുത്ത് പഠിക്കുക, KSRTCയിൽ സൗജന്യം നേടുക എന്ന നില വരുന്നത്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം പരിശോധിക്കപ്പെടണം. ഇതെല്ലാം പരിശോധിക്കപ്പെടണമെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നത് ഇതിന്റെ ആനുകൂല്യങ്ങൾ പറ്റുന്നവരോ അല്ലെങ്കിൽ അവരുടെ സംഘടനാ പ്രവർത്തകരോ ഒക്കെ ആയിട്ടുള്ളവരോട് ആലോചിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇതിനെ എതിർക്കുക? മാനേജ്മെന്റിന്റെ ഈ നിലപാടിനൊന്നും ആരും തന്നെ ഇന്നത്തെ KSRTCയുടെ പ്രതിസന്ധി വെച്ച് ആരും ചോദ്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇത് ചെയ്യുന്നതിന് പകരം ഞങ്ങൾ അടിച്ചേൽപ്പിക്കും എന്ന നില വരുന്നതാണ് ഈ പ്രതിഷേധത്തിന് കാരണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്.